ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ നിശ്ചയം കൊണ്ട് ഒന്ന് പാർക്കിലൊക്കെ പോവാം. ഒരു ഈവനിങ് ഔട്ടിംഗ് ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അബുദാബിയിലുള്ളൊരു പാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോൾ പാർക്കിൽ ഇപ്പോഴും നിശ്ചയം കൊണ്ട് പോകാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത്തവണത്തെ വീക്കെൻഡും നമ്മൾ നിശ്ചയം കൊണ്ട് അബുദാബി സിറ്റിയിലുള്ള പാർക്കിലേക്കാണ് കേട്ടോ വന്നത്. ഡോൾഫിൻ പാർക്ക് എന്നാണ് തോന്നുന്നു. ഷേഖ് സൈഡ് റോഡിൽ തന്നെയുള്ള പാർക്കിലാണ് വന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. കാരണം കുട്ടിയൊക്കെ ആയി കഴിയുമ്പോഴാണല്ലോ പാർക്കിലേക്കൊക്കെ പോക്കൊക്കെ കൂടുതൽ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്കുകളൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു. നമ്മൾ പുതിയ പാർക്കുകളൊക്കെ അന്വേഷണം തുടങ്ങി കേട്ടോ. നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വീക്കെൻഡും നിശ്ചയം കൊണ്ട് ഒരു പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല വൈബുണ്ട്. ഒരു ഹായ് കൊടുത്ത്. ഹലോ. അവിടെ നടക്കാൻ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. സൈക്ലിങ്ങിനും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. പാർക്കിലേക്ക് പോകണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളവിടെ കുറേ നേരം നിന്ന് കാഴ്ചയൊക്കെ കണ്ട് നിന്നു കേട്ടോ. അവിടെ റിവർ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കണ്ടൽക്കാടുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ യു എയിൽ നല്ല ചൂടാണല്ലോ. ചൂടിന് അങ്ങനെ കുറവൊന്നുമില്ല. ഈവനിങ് ആണെങ്കിൽ പോലും ചൂടുകാറ്റൊക്കെ തന്നെയാണ്. എന്നാലും നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ നേരം കുറച്ച് നേരം കാഴ്ചയൊക്കെ കണ്ട ശേഷമാണ് നമ്മൾ പാർക്കിലേക്ക് പോയത്. നിച്ചുവിന് എല്ലാ വീക്കെൻഡുകളിലും എന്തിനാണ് പാർക്കിൽ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ യു എയിലായതുകൊണ്ട് തന്നെ വേറെ ആരെയും നമ്മൾ വീട്ടിനുള്ളിൽ കാണുന്നില്ല. എന്നെയും ചേട്ടനും മാത്രമേ എല്ലാ ദിവസവും കാണുന്നുള്ളൂ. അപ്പോൾ പുറത്ത് എല്ലാവരെയും കാണിക്കാനും പിന്നെ പാർക്കിലൊക്കെ ആകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരൊപ്പം കളിക്കാനൊക്കെ ആയിട്ട് അവൾക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവളെ എപ്പോഴും പാർക്കിലേക്ക് കൊണ്ടുവരുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നമില്ല. അവിടെ എല്ലാവരെയും കാണാനും മിങ്കിൾ ചെയ്യാനും അപ്പുറത്ത് വീട്ടിലെ കുട്ടികളൊക്കെ കണ്ട് കളിക്കാനും നമ്മുടെ കസിൻ കുട്ടികളൊക്കെ വരുവാണെങ്കിൽ അവരൊപ്പം കളിക്കാനൊക്കെ നമ്മുടെ നാട്ടിൽ അവൾക്ക് പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ആരെയും കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ തന്നെ അങ്ങനെ ഒരു സൗകര്യം അവൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ക്യാറ്റ് അവിടെ ഉണ്ടല്ലേ. അബുദാബി സിറ്റിയില് പൂച്ച പാപ്പ കഴിക്കുവാണ്. വെച്ചു പാപ്പ കഴിക്കണു. നമ്മളങ്ങനെ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് നടക്കാനുണ്ട് പാർക്കിലേക്ക്. ബീച്ചിൻ്റെ സ്ട്രോളർ എടുത്തില്ല. സ്ട്രോളർ ഇരിക്കായിരുന്നു അല്ലേ. ആ കുഞ്ഞാവിക്കുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചു എടുത്തില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ പുഴ പോലെ ഉണ്ട്. സിറ്റിയിലാണ് കേട്ടോ പാർക്ക്. സിറ്റിയിലുള്ള പാർക്കാണ്. കളിക്കണം. നമ്മുടെ നിച്ചോടെ അച്ഛനും മോളും ഭയങ്കര കളിയാണ് കേട്ടോ. അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അച്ഛനും മോളും കളിയാണ്. ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞിട്ട് പാർക്കിൻ്റെത് എത്ര എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ പാർക്കിൽ കളിക്കാൻ പറ്റിയ ഒരുപാട് അങ്ങനെ ഇല്ല. കുറേ കുട്ടികളൊന്നുമില്ല. തിരിച്ച് ഒറ്റയ്ക്ക് കിടക്കാറായി. നല്ല സ്പീഡിൽ ഓട്ടോ ആണ് ആള്. ഇവിടെ ഇതാണ് കേട്ടോ ഹൈലൈറ്റ്. അവിടെ കണ്ടൽക്കാടുകളാണെന്നാണ് പറയുന്നത്. പാർക്കിൽ ഇത്ര ഉള്ളൂ കേട്ടോ. വളരെ ചെറിയ സ്പേസ് ഉള്ളൂ അല്ലേ പാർക്ക്. എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇച്ചു കളിക്കുമോ എൻ്റെ ഉള്ളിൽ? കളിക്കാറായോ എന്നറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.
അനിച്ചിന് കളിക്കണോ? അതിൽ കുറേ പേരുണ്ടല്ലോ, കളിച്ചാലോ? കളിക്കണ്ടു. അധികം സ്പേസ് ഇല്ല പാർക്കിന്. ഞാൻ വെച്ച് വലിയ പാർക്കായിരിക്കും. സാധാരണ നമ്മൾ പോവാറുള്ള വലിയ പാർക്കിലാണല്ലോ, വളരെ ചെറിയ പാർക്കാണ്. ഇവിടെ ഈ വ്യൂ ആണ് കൂടുതൽ. ഇവിടെ കുറേ പേര് ഈവനിങ് വാക്കിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നടക്കാൻ അങ്ങനെ ഓട്ടം, സൈക്ലിങ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഫാമിലീസ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ. ഡോൾഫിൻ പാർക്ക്. ഇവിടെ ഡോൾഫിൻ ഉണ്ടെന്ന് തോന്നുന്നു. ഡോൾഫിൻ പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഒരുപാട് പാർക്കുകളുണ്ട്. ഇപ്പോൾ അബുദാബി സിറ്റിയിലാണ് കേട്ടോ. കണ്ടോ ഈ ബിൽഡിങ്? ഇവിടുത്തെ അബുദാബിയുടെ ഒരു സൂപ്പർ ബിൽഡിങ്. നിങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലത്ത് കയറി ഇരിക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് കുട്ടികളുടെ കളിക്കുന്നത്. നിച്ചു അച്ഛ എവിടെ? അച്ഛ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലത്ത് കയറിയാണ് ഇരിക്കുന്നത്. നമ്മുടെ നിച്ചു മാറ്റിക്കൊള്ളാളെ പേടിച്ചായിട്ട് ഇല്ല. അപ്പം നിച്ചു എല്ലാവരെയും കൂടെ കളിക്കാറൊക്കെ ആയിട്ടോ. ആൾ ഓടിക്കളിക്കുന്ന പ്രായമായിട്ടുണ്ട്. അപ്പം ഇനി പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾ പിള്ളേരുടെ കൂടെ കളിക്കും എന്ന് വിചാരിക്കുന്നു. അവിടെ അച്ഛനും മോളും കൂടി കളിയാണ്. ഞാൻ വിചാരിച്ച പോലെ വലിയ പാർക്കല്ല കേട്ടോ, ചെറിയ പാർക്കാണ്. നമ്മളിപ്പോൾ നേരത്തെ പോയിരുന്ന പാർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറുതാണ്. കളിക്കണ ഏരിയ കേട്ടോ, അല്ലെങ്കിൽ നടക്കാനൊക്കെ കുറേ ഉണ്ട്. ഇരുട്ടായി തുടങ്ങിയാവും, നമുക്ക് പോവാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാം അല്ലേ നിച്ചപ്പം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ലേ? നിച്ചു ഓടിക്കളിച്ചു. നേരത്തെ നിച്ചു വെറുതെ നോക്കി നിൽക്കൊള്ളിരുന്നു. അപ്പൊ നിച്ചു ഓടിക്കളിച്ചു. പിള്ളേര് ഇതൊക്കെ കൂടി അല്ലേ, എല്ലാവരുമായിട്ടും കളിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ കുറച്ച് കാറ്റുണ്ട്, ചൂടുണ്ട്. പക്ഷെ ചൂട് കാറ്റും ഉണ്ട് കേട്ടോ, നല്ല ചൂടാണ്. ഇപ്പോൾ 52 ഡിഗ്രി ഒക്കെയാണ് തോന്നുന്നു. ഇവിടെ കുറേ പേരിങ്ങനെ ഫാമിലിയായിട്ട് വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയുണ്ട്. നമ്മൾ പോവാണ്. ഇരുട്ടായി തുടങ്ങി. നിച്ചനും കളിച്ച്. ഞാൻ വിചാരിച്ച പോലെയല്ല, വലിയ പാർക്കാണ്, വലിയതാണ്. പക്ഷെ പാർക്കിൻ്റെ ഏരിയ അത്ര കുറേ ഇല്ല, ചെറിയ ഏരിയ ഉള്ളൂ. സിറ്റി തന്നെ ആയതുകൊണ്ടാണ് തോന്നുന്നു. നമുക്ക് പോവാം. ഫുഡ് കഴിക്കുന്നത് കാണിച്ചു കേട്ടോ. ഓക്കെ ബൈ. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഡീർഫിൽ മാളിലുള്ള പിസ്സ ഹട്ടിലാണ് വന്നേക്കുന്നത്. കുറേ നാളായി പിസ്സ കഴിക്കാനൊരു ആഗ്രഹം തോന്നിയിട്ടാണ് വന്നത്. ജങ്ക് ഫുഡൊക്കെ ഇപ്പം നമ്മൾ പകുതിയെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഒരു ആഗ്രഹം വന്നപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും കഴിക്കാറില്ലല്ലോ. അങ്ങനെ ജങ്ക് ഫുഡ് ഇപ്പം അധികം കഴിക്കാറൊന്നും ഇല്ലാട്ടോ. പിന്നെന്തോ പിസ്സ കഴിക്കാനൊരു ആഗ്രഹം. നമ്മൾ ഡീർഫിൽ മാളിലേക്ക് പോകുന്നു. കിച്ചന് ഉറക്കം വരുന്നുണ്ട്. വേഗം ഫുഡ് കഴിച്ചിട്ട് പോവാണ്. അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ടു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് കമൻറ്റ്, ലൈക്ക് എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, സീ യു, ബൈ.